പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന വാർത്ത വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, CPM-ന്റെ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് UK CPM-ന്റെ പ്രതിനിധിയായി വന്ന രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഏറ്റവും പുതിയതായി കിട്ടുന്ന വാർത്ത, മധുരയിൽ പോലും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ഉണ്ടായിക്കൂടാ, അയാൾ മധുര വിട്ടുപോയിക്കൊള്ളണം എന്നുവരെ പോലും ഇപ്പോഴത്തെ വാർത്തകൾ വന്നിട്ടുള്ള പല വാർത്തകളും സൂചിപ്പിക്കുന്നത് അത് അയാൾ MV ഗോവിന്ദനും, ഞാൻ എൻ്റെ വിശദാംശങ്ങളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം, MV ഗോവിന്ദനുമായിട്ട് അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ മകനുമായിട്ടൊക്കെ അവിശുദ്ധ ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അയാളെ പുറത്താക്കുന്നതിന് പിന്നണിയിൽ പ്രവർത്തിച്ചത് EP ജയരാജനാണ് എന്നുള്ള നിലയിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. EP ജയരാജൻ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം EP ജയരാജൻ ഈ MV ഗോവിന്ദൻ മാസ്റ്ററുടെ തെറ്റായിട്ടുള്ള നടപടികൾക്കെതിരെ കുറച്ച് കാലമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ആ വാർത്ത ശരിയാണെങ്കിലും അതിനകത്ത് തെറ്റൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അതിനു മുമ്പ് ഈ രാജേഷ് കൃഷ്ണയും ആയി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീനല്ല. ഈ രാജേഷ് കൃഷ്ണ കുറച്ചു നാൾക്ക് മുമ്പ് വിവാദത്തിൽ വന്നത്, അയാൾ ലണ്ടൻ വിമാനത്താവളത്തിൽ വെച്ച് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലിൻ്റെ ചാനലിൻ്റെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്ക്രിയയെ കൈകാര്യം ചെയ്തു, ശാരീരികമായി തന്നെ കൈകാര്യം ചെയ്തു എന്നും ഷാജൻ സ്ക്രിയ ഒരുപാട് പുലഭ്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആദ്യമായി നമ്മൾ ഇയാളെ മനസ്സിലാക്കുന്നത്. ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ UK താമസിക്കുന്ന ഇയാൾക്ക് എന്താണ് അവിടെ പണി എന്നുള്ളത് സംബന്ധിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. പക്ഷേ അയാളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്, അയാൾ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ ഏറ്റവും അടുത്തയാളാണ് എന്നുള്ളതാണ്. അയാൾ MV ഗോവിന്ദനുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അയാൾ തോമസ് ഐസക്കുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അയാൾ P ശശിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. എന്തിനു പറയുന്നു, പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ പോലും ആ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് രാജേഷ് കൃഷ്ണ. ആ രാജേഷ് കൃഷ്ണയ്ക്ക് കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്തുമായും അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങളും വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്ത് സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ശ്യാംജിത്തിൻ്റെ ഒരു അടുപ്പക്കാരനാണെന്നും ശ്യാംജിത്തിൻ്റെയോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നുള്ള നിലയിലൊക്കെയുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ആ രാജേഷ് കൃഷ്ണ UK CPM-ന്റെ ഘടകത്തിൻ്റെ 2 പ്രതിനിധികളിൽ ഒരാളായി അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് മധുരയിൽ വന്നിറങ്ങിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില ഡെവലപ്മെൻറ്റുകളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യം, പാർട്ടി കോൺഗ്രസിൽ പുറത്താക്കിയിരിക്കുന്നു മാത്രമല്ല, മധുരയിൽ പോലും അയാൾ തുടരാൻ പാടില്ല എന്ന് ആണ് ഏറ്റവും പുതിയ തീരുമാനം എന്നും നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പ്രസക്തവും പ്രാധാന്യവുമായിട്ട് വരാൻ കാരണം ചില MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകനുമായി വളരെയേറെ അവിശുദ്ധ ബന്ധമുള്ള ഒരാളാണ് ഇയാൾ എന്നുള്ള ആരോപണമാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ വിങ്ങി നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ P ശശി, തോമസ് ഐസക്ക്, പിണറായി വിജയൻ ഒരുപാടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇയാളെ അവിടുന്ന് പുറത്താക്കുന്നതിൽ EP ജയരാജനാണ് പണിയെടുത്തത് എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് കിട്ടുന്ന വിവരം, EP ജയരാജൻ അല്ല ഇയാൾ പുറത്താവാൻ കാരണം, അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കാൻ കാരണം EP ജയരാജൻ അല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതാരാണെന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ഓഡിയോ സംഭാഷണത്തിലൂടെ ഞാൻ പുറത്തു വിടുകയാണ്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും അത് പുറത്തുവിടുന്നത് ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രാജേഷ് കൃഷ്ണയുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഷർഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഷർഷാദ് എന്ന് പറയുന്നത്
ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രാജകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നെ നേരത്തെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷർഷാദ് കുറേ കാലമായി ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരായിട്ട് അയാളുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അയാളുടെ അവിശുദ്ധ പ്രവർത്തനങ്ങൾ, അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഷർഷാദുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ ഷർഷാദാണ് എന്നോട് ഈ രാജേഷ് കൃഷ്ണയെ എന്തുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ആ പുറത്താക്കിയതിൻ്റെ കാരണക്കാരൻ ആരാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി ഷർഷാദ് എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മളിനി ഷർഷാദുമായി ഞാൻ നടത്തിയ ഓഡിയോ സംഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇയാൾ പുറത്താകാൻ ഇടയായതെന്നും ആരാണ് ഇയാളെ പുറത്താക്കിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരങ്ങളെല്ലാം കിട്ടും. അത് കേൾക്കാൻ വേണ്ടി അതാരാണ് ഇയാളെ പുറത്താക്കിയത്, അതായത് എം.വി. ഗോവിന്ദൻ്റെയും മകനുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൻ്റെ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണെന്നും പുറത്താക്കിയതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ഇനി ഞാൻ ഷർഷാദുമായി നടത്തിയിട്ടുള്ള ഓഡിയോ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാം. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ഷർഷാദ്, ഞാൻ ഇപ്പോൾ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇവിടെ വന്നിട്ടുണ്ട്. ഈ CPM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണല്ലോ. അപ്പൊ അതില് വിദേശ പ്രതിനിധിയായി ഒരു പ്രവാസി മലയാളി രാജേഷ് കൃഷ്ണ UK നിന്നുള്ള ഒരാളാണ്. അയാള് വന്നുവെന്നും അപ്പൊ അയാള് അവിടെ വന്നതിനെ തുടർന്ന് അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അതിന് രണ്ട് തരത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് CPM-ന്റെ ഒട്ടേറെ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായി വിജയൻ മുതൽ തോമസ് ഐസക്, M.V. ഗോവിന്ദൻ ഇവരൊക്കെ തന്നെ ഇംഗ്ലണ്ടിൽ UK ചെല്ലുമ്പോൾ അവർക്ക് ആതിഥ്യം അരുളുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇയാളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അതെ. രണ്ട്, ഇയാൾക്ക് M.V. ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്നും M.V. ഗോവിന്ദന്റെ മകന്റെ ബിനാമിയാണ് ഇയാൾ എന്നൊക്കെയുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതെ. രണ്ട്, ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പുറത്താക്കുന്നതിൻ്റെ പുറകിൽ പിന്നണിയിൽ പ്രവർത്തിച്ചത് EP ജയരാജനാണ് എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരായിട്ട് വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഷർഷാദിന് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് പറയാനുള്ളത്, ഇത് കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ഞാൻ ചെയ്ത ജോലിയുടെ ഒരു റിസൾട്ട് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് കേരളത്തിലുള്ള ഒരു CPM നേതാവിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ള. EP ജയരാജനൊക്കെ ഇതിൽ എനിക്ക് അറിയാനുള്ളത് ഈ ഷർഷാദ് ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടം എന്തായിരുന്നുവെന്നും അത് എത്ര നാളുണ്ടായിരുന്നുവെന്നും അതിന്റെ ചെറിയൊരു ജിസ്റ്റ് എന്ന് എനിക്ക് കേൾക്കണോ. കാരണം എന്താ വെച്ചാൽ അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നിങ്ങളിപ്പോൾ അവിടെ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താ അത് ഓൾറെഡി കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ എന്റെ പല ഇന്റർവ്യൂസും കഴിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നൊരു വാർത്ത ചെയ്തതാണ്. അല്ല, അത് പൊതുജനങ്ങളെ കൊണ്ട് ചുരുക്കി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി. അത് ചുരുക്കി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ഗോവിന്ദൻ മാഷിയുടെ മകൻ മുഖേനയാണ്. 2018 നമ്മളൊരു മകൻ മുഖേന നമ്മളൊരു പാർലമെന്റ് ഡൽഹിയിലൊരു റിപ്പബ്ലിക് ഡേ പരേഡ് എന്റെ മകനൊരു പാസ് കിട്ടിയിട്ട് അതിന്റെ ആവശ്യത്തിന് ഡൽഹിയിൽ പോയപ്പം പാർലമെന്റ് കാണാനുള്ള ഒരു ആഗ്രഹം കുടുംബം പ്രകടിപ്പിച്ചപ്പം അതിനൊരു പാസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പൊ അന്നത്തെ PK ബിജു MP, അന്നത്തെ സിറ്റിംഗ് MP PK ബിജു മുഖേനയാണ് പുള്ളി പാസ് എടുത്തിട്ടാണ് അന്ന് മുതലാണ് പുള്ളി നമ്മളായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അപ്പൊ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ വഴിയാണ് ഈ രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുന്നത്. അതെ 2018. ഓക്കെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നമ്മള് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുഴു സിനിമ വന്നു. പുഴു സിനിമയിൽ ഇദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് വന്നു. അതിനുശേഷം എനിക്കുണ്ടായിരിക്കുന്ന എന്റെ കുടുംബ പ്രശ്നങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഒരുപാട് വാർത്തകൾ വന്നതാണ്. അപ്പൊ അതിന്റെ ശേഷം ഞാൻ 2022 ഇയാൾക്കുള്ള ഈ പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുവായി അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, ഞാൻ അതിലേക്കാ വരുന്നത്. 2022 ഞാൻ അന്നത്തെ സെക്രട്ടറി കോടിയേരിക്ക് ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടിയേരി സഖാവ് ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയും എല്ലാവരുടെ അടുത്തും പാലിക്കാൻ പറയുകയും അന്നത്തെ പാർട്ടി കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് നിന്ന് ഇയാളെ പ്രതിനിധി ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് വന്നപ്പോൾ തന്നെ വെട്ടി മാറ്റുകയും ഇവരെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ പെട്ടെന്ന് ഈ കോടിയേരിയുടെ മരണത്തിന്റെ ശേഷം മാഷ് സെക്രട്ടറി ആയി വരികയും മാഷിന്റെ മകന്റെ ഒരു ഇൻവോൾവ്മെന്റും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ചിട്ട് മാഷിന് ഇവന്റെ ചില കാര്യങ്ങൾക്ക് മൗനം പാലിക്കേണ്ടത് വന്നിട്ടുണ്ട്. അപ്പൊ
ഗോവിന്ദ മാഷിക്ക്. അപ്പം മാഷ് UK പോയ സമയത്ത് ഇവന്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്നുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയും അതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ വരികയൊക്കെ ചെയ്തതാണ്. അപ്പൊ അന്ന് മുതലേ തുടങ്ങിയതാണ് ഞാൻ ഇതിനെതിരെയുള്ള ഫൈറ്റ്. അല്ല, പിന്നെ നമ്മളെ മെയിൻ പി ശശി, നമ്മളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ലണ്ടനിൽ വെച്ച് ചെയ്യുന്നത്. അതായത് പുള്ളി ശരിക്കും എന്താ പറഞ്ഞാൽ പുള്ളി തന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പി ശശിന്റെ എല്ലാ ഡീലുകളും UK വെച്ചും കൊണ്ട് ഞാനത് ചെയ്യുന്നത്. അതായത് സാമ്പത്തിക ഇടപാട് കാര്യങ്ങളെല്ലാം ലണ്ടനിൽ വെച്ചും കൊണ്ട് പുള്ളിയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് പല ആൾക്കാരും സാക്ഷിയാണ്. ഓക്കെ, അതുപോലെ തോമസ് ഐസക് കേട്ടോ, അതും ഉണ്ട്. അതും ഈ മസാല ബോണ്ടൊക്കെ ആയിട്ട് ഇവർ ലണ്ടനിൽ പോയ സമയത്ത് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ വന്നതല്ലേ, അവരെല്ലാം കംപ്ലീറ്റ് എല്ലാം മുന്നിൽ ഇരുന്നിട്ട് CM അടക്കം കൈപിടിച്ച് കൊണ്ടുപോകുന്നതും എല്ലാ അതിലും ഇവനെ നല്ലൊരു കമ്മീഷൻ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അവൻ തന്നെ പല സമയത്തും പല ആൾക്കാരും നമ്മള് അന്നൊക്കെ നമ്മൾ നല്ല ടേംസിലുള്ള സമയത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ പിന്നീട് എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഇതിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ആ ഫൈറ്റ് അപ്പം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ലണ്ടനിൽ കുറച്ച് സഖാക്കൾ വിളിച്ചിട്ട് പറയുന്നത് ഇവനിങ്ങനെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ഇവനാണ് പോകുന്നത്, എന്തുകൊണ്ടും അത് തടുക്കണം. എന്തിന്റെ പ്രതിനിധിയായിട്ട്? അതായത് ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ വിദേശ യൂണിറ്റുകളുണ്ട്. കാനഡ, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളിലുണ്ട്. അവിടുന്നൊക്കെ 2 പ്രതിനിധികൾ വെച്ചിട്ട് വരും ഈ പാർട്ടി കോൺഗ്രസിന്. അപ്പം UK വന്നിരിക്കുന്ന ഈ പ്രാവശ്യത്തെ പ്രതിനിധികൾ 2 പേരാണ്. ഒന്ന് അർസേവ് ബൈൻസ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അർക്കിഷൻ സിംഗ് സുർജിത്തിന്റെ സിസ്റ്ററുടെ മകളുടെ ഭർത്താവാണ്. ആ പുള്ളിയാണ് ഇപ്പോഴത്തെ ഇതുവരെ ഉണ്ടായിരുന്ന UK പാർട്ടിയുടെ സെക്രട്ടറി. ഇപ്പൊ പുള്ളി മാറിയിട്ട് വേറൊരു മലയാളി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നടന്ന സമ്മേളനത്തിൽ അശോക് ദവാല എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പർ, മഹാരാഷ്ട്രീയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അവിടെ സമ്മേളനത്തിൽ ഇന്ത്യൻ പാർട്ടിനെ പ്രതിനിധീകരിച്ചിട്ട് പങ്കെടുത്തത് UK അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചും കൊണ്ടാണ്, അതൊക്കെ ഈ രാജേഷിന്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്, അദ്ദേഹത്തിനെ വെച്ചും കൊണ്ടാണ് മുമ്പിൽ വെച്ചും കൊണ്ടാണ് ഇവർ 2 പേരെ തെരഞ്ഞെടുക്കുന്നത്. അതിന് അവിടുന്ന് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് രാജേഷ് കൃഷ്ണ ഉൾപ്പെടെ തെരഞ്ഞെടുത്തു. രാജേഷ് കൃഷ്ണനെയും അർസേവ് ബൈൻസിനെയും പ്രതിനിധിയായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സമ്മേളനം തെരഞ്ഞെടുത്തു. ഇവിടുത്തെ സംസ്ഥാന സമ്മേളനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോലെ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡീറ്റെയിൽസ് വന്ന മുതലാണ് എന്റെ ഫൈറ്റ് തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ സഹാക്കളെ വിളിച്ചു പറഞ്ഞു വിത്ത് എവിഡൻസ് അടക്കം അവർ തന്നു, ആ തീരുമാനങ്ങളും അതിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനത് MS ബേബി സഖാവിനെ വിളിച്ചപ്പം സഖാവ് പറഞ്ഞു ഞാനല്ല, ഇപ്രാവശ്യം അശോക് ദവാലയാണ് പിന്നെ അവിടെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരു ഒഴിഞ്ഞുമാറൽ ഇത് നടത്തി എൻ്റെ അടുത്ത്. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ ഒരു നേതാക്കന്മാരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ വഴി നോക്കാന്നുള്ള രീതിയിൽ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന ഈ അശോക് ദവാലിനെ ബന്ധപ്പെടാനുള്ള ഒരു പരിശ്രമം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി AKG സെന്ററിലെ മുഖേന എനിക്ക് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കിട്ടുകയും ഈ അശോക് ദവാലിനെ വിളിച്ചപ്പം അയാളും ആകെ എന്താ പറയാ, അയാളൊരു വളരെ ക്ലീൻ നീറ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അശോക് ദവാലെ. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ വൈഫും ഇപ്പം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവാൻ പോവാണ് ഈ പ്രാവശ്യം. ഓക്കെ, അപ്പം അത്രയും വലിയൊരു ഇത് അയാൾ ഇതാകെ ഷോക്കായി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് എന്റെ മെയിൽ ID വാട്സപ്പ് ചെയ്ത് തരാം, നീ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കംപ്ലൈന്റും വിത്ത് എവിഡൻസ് അടക്കം എല്ലാം എനിക്ക് ഫോർവേഡ് ചെയ്യും. പക്ഷെ ഇത് വളരെ ലേറ്റ് ആയി പോയി, ഞാൻ എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കട്ടെ, പക്ഷെ നീ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ അവനെ ഞാൻ ഒരിക്കലും പ്രതിനിധിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം അപ്പൊ തന്നെ വാക്ക് തന്നു. അപ്പൊ അവൻ സമ്മേളനത്തിൽ വന്നിട്ട് പോയിക്കോട്ടെ, പക്ഷെ പ്രതിനിധി ലിസ്റ്റിലുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരനോ ഇത്രയും വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. പക്ഷെ നീ ഈ സാധനങ്ങളൊക്കെ എനിക്ക് അയക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അതൊക്കെ കണ്ടിട്ട് ഷോക്കായി, വീണ്ടും വിളിച്ചു, എന്നോട് പറഞ്ഞു ഐ കാൺ ബിലീവ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നോട്. ഞാൻ എന്തായാലും ഇതെന്താ ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ, പക്ഷെ എല്ലാവരും ഇപ്പം എനിക്ക് കേന്ദ്ര കമ്മിറ്റി കൂടാൻ ഡൽഹിയിൽ ഇപ്പം ആരും ഇല്ല, എല്ലാവരും സമ്മേളനത്തിന്റെ തിരക്കിൽ മധുരയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഞാനും മറ്റന്നാൾ മധുരയിൽ എത്തിയിട്ട് അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവര് മധുരയിൽ വെച്ചിട്ട് ഒരു എമർജൻസി കേന്ദ്ര കമ്മിറ്റി കൂടുകയും അതിൽ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരികയും അതിൽ കേരളത്തിലെ നേതാക്കന്മാരുടെ മൗന സമ്മതത്തോട് കൂടിയിട്ട്, കാരണം ത്രിപുരയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ ഈ കത്തുകളൊക്കെ വായിച്ചിട്ട് ആകെ ഞെട്ടി. അങ്ങനെ കേരളത്തിലെ ലീഡേഴ്സിന്റെ മൗന സമ്മതത്തോട് കൂടിയിട്ട് ഐക്യകണ്ഠേനെ ഇവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയുണ്ടായത്.
അത് അപ്പൊ തന്നെ അദ്ദേഹം എന്നെ ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, പുള്ളി എന്തായാലും ഡെലിഗേറ്റ്സ് ലിസ്റ്റിൽ പുള്ളി ഇല്ല. പക്ഷെ അവൻ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡെലിഗേറ്റ്സ് ആയിട്ട് അവനില്ല, അവനെ റിമൂവ് ചെയ്തു. ഹർസേവ് മാത്രമേ ഉള്ളൂ. തീരുമാനമാണെന്ന് പറഞ്ഞു. അശോക് താവളെ നേരിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു. നേരത്തെ വിളിച്ചു പറഞ്ഞു, 8 മണിക്ക് അങ്ങനെ ഒരു നേരത്തെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ചാനലുകളൊക്കെ കൊടുക്കുന്ന ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. അതെന്താണെന്നുള്ളത് അറിയില്ല. കാരണം ഇവനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഇവനക്ക് ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒട്ടുമിക്ക ലീഡിങ് ജേർണലിസ്റ്റുകൾ. ജേർണലിസ്റ്റുകൾ പറയുന്നത് പിന്നെ വ്യക്തമായിട്ട് പറയുന്നില്ല. സാമ്പത്തിക ഇത് മീഡിയ വൺ പറഞ്ഞത് ഭയങ്കര വിചിത്രമായ ഇതാണ്. മീഡിയ വൺ പറഞ്ഞത് PV അൻവറിനുമായിട്ടുള്ള ബന്ധം. ഓക്കെ, പക്ഷേ ഡോക്ടർ അരുൺ പറഞ്ഞത് സാമ്പത്തിക ക്രമക്കേട് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്. സാമ്പത്തിക ക്രമക്കേടിന്റെ പരാതി അത് വിട്ടു പറയുന്നില്ല അവര്. വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ സ്റ്റോറി വല്ലാതെ പോകും. കാരണം എന്തായാലും പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി സ്ഥാനത്ത് മാറ്റി എന്നുള്ളത് പറയുന്നുണ്ട്. മാറ്റി എന്ന് പറഞ്ഞു, അവൻ അവിടുന്ന് മാറ്റി എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ബേബി സഖാവ് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് മധുരയിലെ നിൽക്കാൻ പാടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത് ഇന്ന് തന്നെ നീ മധുരയിൽ നിന്ന് പോയിക്കോളണം, ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് ഒരു ഇതും ഫോട്ടോഗ്രാഫോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇതാണ് ഇതിൽ നടന്നിരിക്കുന്നത്. കാരണം ഞാൻ പാർട്ടിക്ക് കൊടുത്ത കത്ത് അത് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ പാർട്ടിയിൽ അടുപ്പിക്കില്ല. പക്ഷേ കേരളത്തിലെ ഇവന്റെ ട്രാഫിക് ആൾക്കാരായതുകൊണ്ട് ഇ.പി. ജയരാജന്റെ പങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കതില് ഇ.പി. ജയരാജന്റെ അടുത്ത് ഞാൻ എന്റെ കത്ത് കൊടുത്തിരുന്നു. ഇ.പി. ജയരാജൻ ഞാൻ അന്ന് മദ്രാസിലുള്ള സമയത്ത് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ ഈ കത്ത് കൊടുത്തിരുന്നു. കത്തിന്റെ കോപ്പി പുള്ളി കുറച്ച് മുമ്പ് ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല നേരിൽ. പുള്ളി എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ അടുത്ത് അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. കണ്ടു. പക്ഷെ എനിക്ക് തോന്നില്ല ഇ.പി. ജയരാജനാണ് ഇത് എന്റെ ഇതിലിപ്പം എനിക്ക് അറിയിച്ചിരുന്നു. കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണെന്നുള്ള ഉറപ്പാണല്ലേ? കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഇവന്റെ അതായത് അവിടുന്ന് ഫോറിൻ ലിസ്റ്റ് ഇവർക്ക് വരും. ആ ലിസ്റ്റ് വന്നപ്പോ തന്നെ കോടിയേരി അത് വെട്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം നടന്നത് ലിസ്റ്റ് വന്നു, അംഗീകരിച്ച് അവൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് മധുരയിൽ 6 ദിവസം റൂമടക്കം ഹോട്ടലടക്കം 5 സ്റ്റാർ ഹോട്ടലടക്കം ബുക്ക് ചെയ്ത് വന്ന് നിന്നിട്ടാണ് അവൻ അറിയുന്നത്. അതിന്റെ പുറകിൽ അശോക് തവാള എന്ന് പറഞ്ഞ ആ ധീരനായ സഖാവിന്റെ ഒരു കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിന് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് അതിന് മാത്രം എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പോലത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയങ്കര ഇപ്പോഴും ഒരു പാർട്ടിനോടൊരു വിശ്വാസം വരികയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരല്ലെങ്കിലും നമുക്ക് വേറെ നേതാക്കന്മാരുണ്ട് എന്നുള്ളത്. ഓക്കെ, വളരെ നന്ദി.